ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 037/2019 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തുടങ്ങിയവയിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, അയ്യപ്പൻ. അയ്യപ്പൻ എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാമത്തെ വാർഷികമാണ് 2019 ആചരിച്ചത്? ആൻസർ ഓപ്ഷൻ എ, 100ാം വാർഷികമായിരുന്നു 2019 ആചരിച്ചത്. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? ആൻസർ ഓപ്ഷൻ ബി, 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ആറാമത്തെ ചോദ്യം, SNDP രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 1903. 1903 SNDP രൂപീകരിക്കപ്പെട്ടത്. ഏഴാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഹരിയാന. ഹരിയാനയിലാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ മരണവും ജനനവും അവധി ദിനമായിരിക്കും. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഹീരാക്കുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ഹീരാക്കുണ്ടാണ്. പത്താമത്തെ ചോദ്യം, കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 11ാമത്തെ ചോദ്യം, ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ കേരള ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, മോഹൻലാൽ. മോഹൻലാലാണ് ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ കേരള ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യം നമുക്കില്ല. 13ാമത്തെ ചോദ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കൈത്താങ് പദ്ധതിയാണ്. കൈത്താങ് പദ്ധതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി എന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യം, 2019 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, 150ാം ജന്മദിനാവാർഷികമാണ് 2019 ആഘോഷിച്ചത്. 15ാമത്തെ ചോദ്യം, മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താണ്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി, എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും പ്രിലിംസിന് ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ടവരുടെ തന്നത് തന്നെ ചിലപ്പോൾ PSC 10 മാർക്കിന് ചോദിക്കാം. മറ്റുള്ളത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തന്നത് പഠിക്കാൻ ശ്രമിക്കുക, മാക്സിമം എല്ലാ കാര്യങ്ങളും. 16ാമത്തെ ചോദ്യം, ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1925. 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം, ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിന്? ആൻസർ ഓപ്ഷൻ ബി, ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വളരെ കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ചരൺ സിംഗ് ആണ്.
ചരൺ സിംഗ് ആണ് ഇന്ത്യയിൽ വളരെ കുറച്ചു കാലം മാത്രം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, ത്രിപുരയുടെ തലസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അഗർത്തല. ത്രിപുരയുടെ തലസ്ഥാനമാണ് അഗർത്തല എന്ന് പറയുന്നത്. 20ാമത്തെ ചോദ്യം, വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? ആൻസർ ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത്. 21, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1888. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. 22ാമത്തെ ചോദ്യം, 2018 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ജയസൂര്യ. 2018 ലഭിച്ചത് ജയസൂര്യക്കാണ്. 23ാമത്തെ ചോദ്യം PSCക്ക് ആൻസർ ചെയ്തിട്ടുണ്ട്, അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല. 24ാമത്തെ ചോദ്യമാണ് അടുത്തത് വരുന്നത്. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത്. 25ാമത്തെ ചോദ്യമാണ്, കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പട്ടണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ആലപ്പുഴ. 26ാമത്തെ ചോദ്യം, ബുദ്ധചരിതം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അശ്വഘോഷനാണ്. അശ്വഘോഷനാണ് ബുദ്ധചരിതം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത്. ഇനി 27ാമത്തെ ചോദ്യമാണ്, സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാണ്? ആൻസർ ഓപ്ഷൻ സി ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. ഹംസറാണ്. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. 28ാമത്തെ ചോദ്യം, ബുദ്ധമത സമ്മേളനം ആദ്യമായി നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ രാജഗൃഹം. രാജഗൃഹത്തിൽ വെച്ചിട്ടായിരുന്നു ബുദ്ധമത സമ്മേളനം ആദ്യമായി നടന്നത് എന്ന് പറയുന്നത്. 29ാമത്തെ ചോദ്യം, 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കേഴ്സൺ പ്രഭുവാണ്. കേഴ്സൺ പ്രഭുവാണ് 1905 ബംഗാളിനെ വിഭജിച്ചത്. സാധാരണ ഇതിൽ വരാറുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാനിങ് ആണ് വരാറ്. രണ്ടും എപ്പോഴും മാറിപ്പോകുന്നത് കാരണം അതാണ് ചോദിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും എളുപ്പത്തിൽ തന്നെ കേഴ്സൺ എന്ന് വന്നിട്ടുണ്ട്. 30ാമത്തെ ചോദ്യം, 1857 കലാപം ആരംഭിച്ചത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ മീററ്റ്. 1857 കലാപം നടന്നത് മീററ്റിലാണ്. 31ാമത്തെ ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ തന്നെയാണ്, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. 32ാമത്തെ ചോദ്യമാണ് അടുത്തത്. 2018 സരസ്വതി സമ്മാനത്തിന് അർഹനായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കെ ശിവറെഡ്ഡി. കെ ശിവറെഡ്ഡിയാണ് 2018 സരസ്വതി സമ്മാനത്തിന് അർഹനായ വ്യക്തി എന്ന് പറയുന്നത്. 33ാമത്തെ ചോദ്യമാണ് അടുത്തത്. എന്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും എന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ് ആണ്. ഇത് ചിലപ്പോൾ നമുക്ക് ചോദിക്കും, ഇങ്ങനെയുള്ള ഓരോ കോഴ്സുകൾ. അത് PSCയുടെ സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. 34ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി വയനാട്. പക്ഷിപ്പാതാളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിലാണ്. 35ാമത്തെ ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ചെന്നൈ. ചെന്നൈയിലാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 36ാമത്തെ ചോദ്യം, 2019 ഏപ്രിൽ 15 തീപിടുത്തത്തിൽ നശിച്ച നേത്രദാം പള്ളി ഏത് രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ എ ഫ്രാൻസ്. ഫ്രാൻസിലാണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 37ാമത്തെ ചോദ്യം, 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ ആണ്. 38ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്?
ആൻസർ ഓപ്ഷൻ ഡി എം.എസ്. സ്വാമിനാഥൻ. എം.എസ്. സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതായി കണക്കാക്കുന്നത്. 39ാമത്തെ ചോദ്യം. മൂലധനം എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി കാൾ മാർക്സ്. കാൾ മാർക്സിന്റെയാണ് മൂലധനം എന്ന കൃതി. 40ാമത്തെ ചോദ്യം. സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറയുന്നത്. 41ാമത്തെ ചോദ്യം. മൗലികാവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ സി അമേരിക്ക. 42ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മൗണ്ട് K2 ആണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ മൗണ്ട് K2 ആണ്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. അതുകൂടി ഇതിന്റെ കൂടെ ഓർത്തു വെക്കുക. ഇത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. എന്നാൽ ഇന്ത്യയിൽ മാത്രമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാഞ്ചൻജംഗയാണ്. 43ാമത്തെ ചോദ്യമാണ് അടുത്തത്. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ ബി യമുന. യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. 44ാമത്തെ ചോദ്യം. അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ബാരോമീറ്റർ. ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം എന്ന് പറയുന്നത്. 45. പഴയ എക്കൽ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ബങ്കർ. പുതിയതിനെ ഗാദർ എന്നും പഴയതിനെ ബങ്കർ എന്നും പറയുന്നു. 46ാമത്തെ ചോദ്യം. മഗധ ഭരിച്ച സുംഗവംശത്തിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? ആൻസർ ഓപ്ഷൻ എ ബ്രാഹ്മണർ. ബ്രാഹ്മണർ വിഭാഗത്തിൽ പെടുന്നവരാണ് അവർ. 47ാമത്തെ ചോദ്യം. ഋഗ്വേദത്തിൽ മണ്ഡുകോ ശ്ലോകം പരാമർശിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ ബി വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് മണ്ഡുക ശ്ലോകം പരാമർശിക്കുന്നത്. 48ാമത്തെ ചോദ്യം. മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഔറംഗസേബാണ്. ഔറംഗസേബാണ് മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത്. ഇനി 49ാമത്തെ ചോദ്യമാണ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ എ 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്. 50ാമത്തെ ചോദ്യം. നമുക്ക് 50 ചോദ്യങ്ങളെ നോക്കാനുള്ളൂ. ബാക്കിയുള്ളത് ഡ്രൈവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് 50 GK മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിൾ ആണ് ബാലവേലയെ കുറിച്ച് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ആണ് ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കിയ ഭരണഘടനാ വകുപ്പുമാണ് ആർട്ടിക്കിൾ 17. അപ്പൊ ഇതിലെ 50 GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇതിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതൊഴിച്ചിട്ടുള്ള മാർക്ക് മാത്രം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ച് വിശദീകരിച്ച് തരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അത് വീഡിയോ വളരെ ലോങ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. എങ്കിലും ചില ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അത്യാവശ്യം, അതായത് നമുക്ക് വരുന്ന PSCക്ക് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗമാണ് എന്നുണ്ടെങ്കിൽ മാത്രം അത് വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരാം. 10th പ്രിലിംസിന് അതേപോലെ തന്നെ +2 പ്രിലിംസിന്റെ ഇതിനനുസരിച്ച് ഞാനൊരു ടോപ്പിക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്ലാസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.